ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങയില്ലാത്ത ചെറുപയർ കറി റെസിപ്പിയാണ്. കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടും നല്ല രുചിയുള്ളതുമാണ്. ഇന്നലെ രാത്രി 1.5 ഗ്ലാസ് ചെറുപയർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള മുഴുവനും 1/4 പകുതി ഭാഗവുമാണ്, അതായത് 1.5 സവാള, ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, 8 ചെറിയുള്ളി രണ്ടാക്കി മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് ആവശ്യമുള്ളത്. കഴുകിയ ശേഷം കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ച സവാള, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, വേകാനുള്ള വെള്ളം 4 ഗ്ലാസ് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നതുവരെ വെക്കുക. ഒരു വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കാം. ചെറുപയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം തിളയ്ക്കുന്നത് വരെ വെക്കാം. കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെറുപയർ കറി തയ്യാറായി കഴിഞ്ഞു. ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറുകി വരുന്നതാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഒന്നുണ്ടാക്കി നോക്കണേ. കൂടെ തന്നെ ഷെയറും സപ്പോർട്ടും തരണേ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.